ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്താണെന്ന് നോക്കുക. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ സാധിക്കും, പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക, നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ ട്യൂസ്ഡേ ഗൈഡൻസ് എന്താണെന്ന്. April 8 പയൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള എനർജീസ് എന്താണ്. താങ്ക് യു. Three of Swords. കുറച്ച് പേർക്ക് ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഹീലിംഗ്, ഒരു പ്രൊട്ടക്ഷൻ്റെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് ആൻസിസ്റ്റേഴ്സായിട്ട്, പൂർവികരായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. ആ ഒരു എനർജിയിൽ കുറേ കൂടെ ഹീലിംഗ് കൊണ്ടുവരാനായിട്ട്, ആ പാറ്റേണിൽ കുറച്ചൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്ന ഒരു സമയമാണ്. കുറച്ച് പേർക്ക് ആത്മീയത, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു എനർജി കാണുന്നുണ്ട്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടും ഒത്തിരി ബ്ലെസ്സിങ്സ് വരുന്നുണ്ടാകുക. അപ്പോൾ ഓവറോൾ ഈ ഒരു ദിവസം വന്നിട്ട് ഒത്തിരി ഇമോഷണൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ എനർജിയിൽ എങ്ങനെ സ്റ്റെബിലിറ്റി കൊണ്ടുവരാം, ബാലൻസ് കൊണ്ടുവരാം, ഹീലിംഗ് കൊണ്ടുവരാം, അതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. 7 of Swords വന്നിട്ടുണ്ട്, മജീഷ്യൻ. ഇവിടെ 7 of Swordsൽ കുറച്ചൊരു സ്നീക്കി എനർജിയാണ്. കുറച്ച് പേർക്ക് ചതി, വഞ്ചനയുടെ എനർജി, പാസ്റ്റിൽ നടന്ന എനർജി ആയിരിക്കും. അതിനെക്കുറിച്ച് ഓർത്തിട്ട് വിഷമിക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊരു ഗ്രൗണ്ടഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മറ്റുള്ളവരുടെ വേർഡ്സ് ആയിരിക്കാം, നിങ്ങളെ റിപ്പീറ്റഡായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ്. അവിടെ കുറച്ചൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്താണോ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്, ലൈഫിൽ എന്താണോ വേണ്ടത്, അതിലോട്ട് നിങ്ങളുടെ അറ്റൻഷൻ ഫോക്കസ് കൊടുക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ മണി, ഫിനാൻസ്, സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, സംരക്ഷണമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും ഈ ഒരു സമയത്ത് പറയുന്നുണ്ട്. ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മളെല്ലാവരോടും വിശദീകരിക്കണം എന്നില്ല, ഷെയർ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് എന്താണോ പറയാനുള്ളത് അത് ചുരുങ്ങിയ വാക്കുകളിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ഓവറോൾ നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താനായിട്ടാണ് പറയുന്നത്. ആവശ്യമുള്ളപ്പോൾ മാത്രം എന്താ പറയുക, ആ ഒരു എനർജി നിങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് നിങ്ങൾ ഒത്തിരി സംസാരിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ചിലപ്പോൾ ടീച്ചേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി കുറച്ചൊന്ന് ഗ്രൗണ്ട് ചെയ്യേണ്ട ആവശ്യവും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഒത്തിരി എനർജി ലീക്ക് ആകുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്നിട്ട്. അപ്പോൾ അത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് കുറച്ചൊരു സ്റ്റേബിളായിട്ടുള്ള എനർജി ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ഹീലിംഗ് പ്രോസസ്സിലായിരിക്കാം, ഹാർട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസിലായിരിക്കാം. അവിടെ കുറച്ചൊരു ശ്രദ്ധ, കുറച്ചൊരു ബാലൻസും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹാർട്ടായിട്ട് കണക്ട് ചെയ്തിട്ട്, എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസായിട്ട് കണക്ട് ചെയ്തിട്ടും എന്തെങ്കിലും ഒരു ഹീലിംഗ്, ഒരു പോസിറ്റീവ് എനർജി വരുന്നതായിട്ടും ഈ ഒരു ദിവസം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിൻ ഒരു ചാലഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ചിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സിറ്റുവേഷൻ നിങ്ങൾ റീഅസസ് ചെയ്യണ സമയത്ത്, ചിന്തിക്കുന്ന സമയത്ത് കുറച്ചൊരു ബാലൻസ് നഷ്ടപ്പെടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതിന് പകരമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കുള്ള കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് എന്താണോ ചെയ്യാനായിട്ടുള്ളത് അതിലോട്ട് നിങ്ങളുടെ എനർജി, അറ്റൻഷൻ കൊടുക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ റിഫ്ലക്ഷൻ നടത്തുന്ന സമയത്ത്, പാസ്റ്റിലെ എനർജീസ് അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾ റിഫ്ലക്ഷൻ പ്രോസസ്സിൽ കൂടെ പോകുന്ന സമയത്ത് പല കാര്യങ്ങളും പൊങ്ങി വരുന്നുണ്ടാകാം. അതിനെ കുറച്ചും കൂടെ ആത്മീയമായിട്ട്, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ അതിനെ റീഡ് ചെയ്യാനായിട്ട്, മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ചിലപ്പോൾ അതിൽ ഒത്തിരി ബെനിഫിറ്റ്, ഒത്തിരി സ്പിരിച്വൽ എനർജി നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് വന്നിട്ടുണ്ടാകാം. അത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേരോട് പറയുന്നുണ്ട്. ഫൈനൽ എനർജി എന്താണ് ഇന്നത്തെ? താങ്ക് യു. ബി ഹാപ്പി, ബി ബ്രൈറ്റ്, ബി യു. ഹാപ്പി ആയിട്ടിരിക്കുക. നിങ്ങളെന്താണോ, നിങ്ങളുടെ ഒത്തൻറ്റിക് ആയിട്ടുള്ള എനർജി എന്താണോ അത് ട്രസ്റ്റ് ചെയ്തിട്ട്, ബിലീവ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക. ആരെയും ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട്, കോപ്പി ചെയ്യാനായിട്ട് ശ്രമിക്കാതിരിക്കുക.
അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഗുഡ് തിങ്സ് ടേക്ക് ടൈം, കുറച്ചൊരു പേഷ്യൻസും ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഇന്നത്തെ ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് ഒത്തിരി നാളായിട്ട് വെയിറ്റ് ചെയ്ത് എന്തെങ്കിലും എനർജിയിൽ ഒരു മാറ്റം ഷിഫ്റ്റ് വരുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ബ്ലെസ്സിങ്ങിൻ്റെ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 1 ചൂസ് ചെയ്തവർക്കുള്ള ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ April 8th എനർജി എന്താണെന്ന്. ട്യൂസ്ഡേ ഗൈഡൻസ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവർക്ക് താങ്ക് യു. ഇവിടെ ഇന്നത്തെ ദിവസം ഓവറോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് കൊണ്ടുവരാനായിട്ട്, ഫ്രഷ് സ്റ്റാർട്ട് കൊണ്ടുവരാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇവിടെ ത്രോട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ്. ചിലപ്പോൾ പുതിയ കോൺവെർസേഷൻസ്, പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു പൊട്ടൻഷ്യൽ, ഒരു എനർജി കാണുന്നുണ്ട്. തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. അത് കുറച്ച് പേർക്ക് ഒരു ചാലഞ്ചായിട്ടും ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല, അറ്റൻഷൻ കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാകാം, നിങ്ങളുടെ എനർജി സ്കാറ്റേർഡായി കിടക്കുന്നതായിട്ട് കുറച്ച് പേർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശ്രദ്ധ എവിടെയാണോ ആവശ്യമുള്ളത്, അറ്റൻഷൻ എവിടെയാണോ ആവശ്യമുള്ളത്, അത് മനസ്സിലാക്കിയിട്ട് ഇന്നത്തെ ദിവസം പെരുമാറാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഇവിടെ ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പേർക്ക് എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്താണ്. പൈസയുടെ രൂപത്തിലായിരിക്കാം, സ്നേഹത്തിൻ്റെ രൂപത്തിലായിരിക്കാം, വേറെ ഏതെങ്കിലും രൂപത്തിൽ നിങ്ങൾ എനർജി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ, കൊടുക്കൽ വാങ്ങൽ നടത്തുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു അറ്റൻഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം ഈ ഒരു ദിവസം വന്നിട്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ കരിയറിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിന് ശാന്തി, സമാധാനം കൊണ്ടുവരാത്ത എനർജീസ് അത് അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ചും നിങ്ങളുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്, അതിൽ കുറച്ചൊരു അറ്റൻഷൻ കൊടുക്കുക ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് പഠന വിഷയങ്ങളിൽ, കരിയറിൽ ഫോക്കസ് ചെയ്യേണ്ട സമയത്ത് അനാവശ്യമായിട്ടുള്ള എനർജിയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാകാം, ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകാം. അത് ഒത്തിരി എനർജി നിങ്ങളിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകുന്നതായിട്ട്, ഒത്തിരി വറി, ഒത്തിരി ടെൻഷനിലോട്ട് നിങ്ങൾ പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ദീർഘവീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകുക. നിങ്ങളുടെ ഗോൾസ്, നിങ്ങളുടെ ഡ്രീംസ് എന്താണോ അതിൽ ഫോക്കസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് എടുക്കാനായിട്ടാണ് ഒരു അഡ്വൈസിൻ്റെ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിൻ്റെ രൂപത്തിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ നൈറ്റ് ഓഫ് കപ്സിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ്, എനർജീസ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഹീലിങ്ങിൽ ഫോക്കസ് ചെയ്യാനായിട്ടും പറയുന്നുണ്ട്. എഗെയിൻ സ്നേഹം, കമ്പാഷൻ, ആ ഒരു എനർജിയായിട്ട് കണക്ട് ചെയ്യുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. ഇൻ കേസ് എന്തെങ്കിലും റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ പരസ്പരം മനസ്സിലാക്കി നിങ്ങൾ പെരുമാറാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് നിങ്ങൾ താൽക്കാലികമായിട്ടുള്ള ഒരു സക്സസ്, താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും കുറച്ചൊരു ശ്രദ്ധ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, 7 ഓഫ് പെൻറ്റക്കിൾസിൽ കുറച്ച് പേർക്ക് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഒരു ചേഞ്ച്, ഷിഫ്റ്റ് വരുന്ന ഒരു സമയമാണ്. കുറച്ച് പേർക്ക് അത് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. കുറച്ച് പേർക്ക് റൂട്ട് ചക്രയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സേഫ്റ്റി, സെക്യൂരിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളിലാണ് എന്തെങ്കിലും ഒരു ഷിഫ്റ്റ്, ചേഞ്ചസ്, മാറ്റങ്ങൾ സംഭവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റൂട്ട്സ് ആയിട്ട്, ഫാമിലി ആയിട്ട്, ആൻസിസ്റ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ബ്ലെസ്സിങ് ഉണ്ടാകുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു സ്പിരിച്വൽ എനർജിയാണ് ഇത് വന്നിട്ട്. ഹൈ പ്രീസ്റ്റസിലും ഒരു സ്പിരിച്വൽ എനർജിയാണ് കാണുന്നത്. കുറേ കൂടെ ആഴത്തിൽ, ഡീപ്പായിട്ടുള്ള ആ ഒരു സ്പിരിച്വൽ എനർജിയിലോട്ട് നിങ്ങൾക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകാം ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് ഇവിടെ പറഞ്ഞ പോലെ തന്നെ ത്രോട്ട് ചക്ര ഇവിടെ ഹീലിങ്ങിലോട്ട് വരുന്നുണ്ടാകാം. സത്യം പറയാനായിട്ട്, ട്രൂത്ത് മനസ്സിലാക്കാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. ഹീലേഴ്സ് ഉണ്ട്, സ്പിരിച്വാലിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രൊഫഷനിലുള്ളവർക്കും ഒത്തിരി സക്സസ്, ഒത്തിരി അച്ചീവ്മെൻറ്റ് കാണുന്നുണ്ട്. നിങ്ങളുടെ ക്ഷമ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാക്ടീസ് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് ഈ ഒരു സമയത്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് മണി, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ, എന്തെങ്കിലും ഇല്യൂഷൻ, മായയിൽ നിന്നിട്ട് മൂവ് ഓൺ ചെയ്യാനായിട്ടും കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം സാധിക്കുന്നുണ്ടാകാം. അതെന്തെങ്കിലും ടഫായിട്ടുള്ള സിറ്റുവേഷൻ എൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഫൈനൽ എനർജി നോക്കാം. പായൽ നമ്പർ
today. Thank you. Just do it. പിന്നത്തോട്ട് മാറ്റി വയ്ക്കാതിരിക്കുക ഒരു കാര്യവും. ഇന്ന് ഈ ഒരു സമയത്ത് പ്രസൻറ്റ് സിറ്റുവേഷനിൽ എന്ത് എനർജിയാണോ ആവശ്യമുള്ളത്, എന്ത് ആക്ഷനാണോ എടുക്കേണ്ടത്, ഇവിടെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ ഗോൾസിനെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ ഓവറോൾ എനർജിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടായിരിക്കാം. എന്ത് ആക്ഷനാണോ എടുക്കേണ്ടത്, എന്ത് എനർജി ആയിട്ടാണോ കണക്ട് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു ദിവസം സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്കിൽ വന്നിട്ട് ഹാവ് ആൻ അമേസിങ് ഡേ ആണ്. കുറച്ച് പേർക്ക് ഇന്നത്തെ ദിവസം ഒത്തിരി ഹാപ്പിനെസ്, ഒത്തിരി സന്തോഷം, ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ്ങും കാണുന്നുണ്ട്. അപ്പോൾ ഓവറോൾ ഇന്നത്തെ ദിവസം ഒത്തിരി ബ്ലെസ്സിങ്സ്, ഒത്തിരി ന്യൂ ബിഗിനിങ്സ്, ഒത്തിരി ഗ്രോത്ത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. ഒൺലി തിങ് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ലവ് റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചൊരു സ്റ്റെബിലിറ്റി, ബാലൻസ് ഈ ഒരു ദിവസം ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് പായൽ നമ്പർ 2 ചൂസ് ചെയ്തവരുടെ ട്യൂസ്ഡേ ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.